കൃഷിയിടത്തിൽ ഇറങ്ങുന്ന കാട്ടുപന്നിയെ കൊല്ലാനും കൊന്നു തിന്നാനും കർഷകർ അനുമതി കൊടുക്കണമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. എന്നാൽ സംസ്ഥാന സർക്കാരിന് അതിനുള്ള അധികാരമില്ല. പത്തനംതിട്ട സീതത്തോട് മലയോര ജനതയ്ക്ക് പിന്തുണ അർപ്പിച്ചുള്ള പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്ന കാട്ടുപന്നിയെ കൊല്ലുന്നതിനും കൊന്നു തിന്നുന്നതിനും കർഷകർക്ക് അനുവാദം കൊടുക്കണമെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. കർഷകൻ എന്ന് പറയുന്നത് എന്റെ അഭിപ്രായം അതാണ്. അതിനകത്ത് വേറെ എന്തെങ്കിലും തടസ്സം വന്നാൽ ഞാൻ ആ അഭിപ്രായത്തിനകത്ത് ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. അതിന് അനുവാദം ഗവൺമെന്റ് കൊടുക്കേണ്ടതാണ്. നമുക്ക് ഈ കേരളത്തിലെ ഗവൺമെന്റിന് അങ്ങനെ അനുവാദം കൊടുക്കാൻ അവകാശമില്ലാത്തത് കൊണ്ടാണ്. ഇന്ത്യ ഗവൺമെന്റാണ് അതിനകത്ത് അനുവാദം കൊടുക്കേണ്ടത്. ജയശങ്കർ മന്ത്രി പി പ്രസാദ് പറഞ്ഞത് കേന്ദ്രത്തിൽ മേനകാ ഗാന്ധി കേൾക്കണ്ട. രാഷ്മി, ഈ പത്തനംതിട്ട സീതത്തോടിൽ മലയോര ജനതയ്ക്ക് പിന്തുണ അർപ്പിക്കുന്ന പരിപാടിയിലാണ് മന്ത്രിയുടെ ഇത്തരത്തിലൊരു കർഷക അനുകൂല പരാമർശം വന്നിരിക്കുന്നത്. അതായത് കൃഷിയിടത്തിൽ ഇറങ്ങുന്ന കാട്ടുപന്നിയെ കൊല്ലാനും കൊന്നു തിന്നാനും കർഷകന് അനുമതി കൊടുക്കണമെന്നാണ് മന്ത്രി പറയുന്നത്. സംസ്ഥാനത്തിന് അതിനുള്ള അധികാരമില്ല, പക്ഷെ കേന്ദ്രം അത്തരത്തിലൊരു അനുമതി നൽകണമെന്ന് പറയുന്നു. പക്ഷേ മന്ത്രി ഇത്തരത്തിൽ പറയുമ്പോഴും കേന്ദ്ര നിയമങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പരാമർശമാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ആഷ്മി സൂചിപ്പിച്ചതുപോലെ മേനകാഗാന്ധി ഉൾപ്പെടെ ഈ വിഷയം കേട്ടാൽ ഒരു മന്ത്രിയുടെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായ പരാമർശങ്ങൾക്കെതിരെ അവർ നിയമ നടപടിക്ക് ഉൾപ്പെടെ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇത്തരത്തിൽ നാട്ടിൽ ഉൾപ്പെടെ ഈ വന്യമൃഗ ആക്രമണം രൂക്ഷമാകുന്നു. പന്നികളെ കൊണ്ട് മലയോര മേഖലയിൽ പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാനത്ത് ഒരു മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നത്. മുമ്പ് കോഴിക്കോട് ജില്ലയിലെ ഒരു പഞ്ചായത്ത് ഇത്തരത്തിൽ നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ ഇത്തരത്തിൽ പന്നി ഉൾപ്പെടെ വെടിവെച്ച് കൊല്ലാനുള്ള അനുമതിയൊക്കെ നൽകുന്ന തരത്തിലൊക്കെ പ്രമേയമൊക്കെ പാസാക്കിയിരുന്നു. അങ്ങനെ ജനങ്ങളുടെ താല്പര്യം കൂടി മുൻനിർത്തി ജനങ്ങളുടെ വൈകാര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മന്ത്രിയുടെ ഈ ഒരു പ്രസ്താവന എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ നിലവിലുള്ള ചട്ടങ്ങൾക്കെതിരാണ് ആഷ്മി ഈ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എ വി ജയശങ്കറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.